നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് കവറേജ്. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും ഫീച്ചേഴ്സ് നോക്കും. അതുപോലെ തന്നെയാണ് ഇൻഷുറൻസിൽ കവറേജ്. അപ്പോൾ നമ്മൾ കവറേജ് പറയുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾക്ക് ഉള്ള ഫീച്ചേഴ്സ് അല്ലേ കാരണം കുറച്ച് പ്രായം കൂടിയ ആൾക്ക് വേണ്ടത്. അങ്ങനെ നമ്മളുടെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഓരോ ഏജ് വൈസ് മാറ്റണം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കിയിട്ട് നമ്മളുടെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു പോളിസിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ യങ് മാരീഡ് ആയിട്ടുള്ള ആൾക്കുള്ള ഒരു പോളിസി അല്ല ഒരു കുറച്ച് പ്രായമായിട്ട് ഉള്ള അല്ലെങ്കിൽ ഒരു 40 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ മാത്രമാണ് ഒരു പോളിസി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കവറേജും നമ്മൾ യങ് മാരീഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ട കവറേജും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പോളിസിയാണ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ട് നോക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇതിൽ വരുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് കോസ്റ്റ് അഥവാ പ്രീമിയം. ഈ കോസ്റ്റ് അല്ലെങ്കിൽ പ്രീമിയം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ് ആണ്. നമുക്ക് എല്ലാ വർഷവും അടച്ചു പോകാൻ പറ്റുന്ന എമൗണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ വരുമാനം അതിനനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ട് എടുക്കുക. നമുക്കിപ്പോൾ ഈ വർഷം വലിയ രീതിയിൽ ഇപ്പോൾ ഒരു ബിസിനസ് ആണ്, ഈ വർഷം വലിയ രീതിയിൽ ലാഭമുണ്ട്, അപ്പോൾ വലിയൊരു പോളിസി എടുത്തിട്ട് കാര്യമില്ല. എന്നാൽ നമ്മൾ വലിയ ചെറുതാക്കിയിട്ടും കാര്യമില്ല. അപ്പൊ നമ്മൾ ലൈഫ് സ്റ്റൈലിനായിട്ട് ആ പോളിസി യോജിക്കില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഉയർന്ന റൂംസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പോളിസി എടുക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്ക് എല്ലാ വർഷവും അടച്ചു പോകാൻ പറ്റുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും അടച്ചു പോകാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത് പ്രീമിയം. അതിൽ തന്നെ എക്സ്പേർട്ടുകൾ പറയുന്നത് വെച്ചാൽ നമുക്ക് ആനുവൽ ഇൻകത്തിന്റെ 5% വരെ നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം പോകാം എന്നാണ് പറയുന്നത്. ഇതിൽ മൂന്നാമതായിട്ട് വരുന്നതാണ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്. ഇപ്പൊ ഈ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു പോളിസി എടുക്കുക വിചാരിച്ചോളൂ. അപ്പൊ അതിന്റെ ആ പോളിസിയുടെ കമ്പനി ഉണ്ടാവുമല്ലോ ഇൻഷുറൻസ്. അപ്പോൾ നമ്മൾ ഹെൽത്ത് അഷ്യൂർ പറയുമ്പോൾ സ്റ്റാർ ഹെൽത്ത് എന്നുള്ള കമ്പനിയുടെയാണ്. അപ്പൊ ഈ സ്റ്റാർ ഹെൽത്തിന്റെ ഈ കമ്പനിയുടെ നമ്മളുടെ ഇപ്പോൾ എന്റെ വീട് പെരിന്തൽമണ്ണയാണ് അല്ലെങ്കിൽ തൂത എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ നമ്മൾ ഈ ചുറ്റുവട്ടത്തിലെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ നേരിട്ട് ടൈപ്സും കാര്യങ്ങളും ഉണ്ടോ, ഈ പോളിസി അക്സെപ്റ്റബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഉദാഹരണമായി പറയുമ്പോൾ സ്റ്റാർ ഹെൽത്തിന്റെ പോളിസി ആണെങ്കിൽ നമ്മൾ പെരിന്തൽമണ്ണയിലെ എല്ലാ ഹോസ്പിറ്റലിലും ഏകദേശം പ്രധാനപ്പെട്ട എല്ലാ ഹോസ്പിറ്റലിലും വരുന്നുണ്ട്. അപ്പൊ നമുക്കത് സൗകര്യമാണ്. അതുപോലെ കോഴിക്കോട് നമ്മൾ അതല്ലെങ്കിൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ ബഹുഭൂരിപക്ഷം നല്ല കമ്പനികളുടെ ഒക്കെ നല്ല ടൈപ്സും കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഇന്ന ഹോസ്പിറ്റൽസും ഇതൊക്കെ തന്നെ നെറ്റ്വർക്കും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആയതിനു ശേഷം അവിടെ ഹോസ്പിറ്റൽ നമ്മളെടുത്ത പോളിസി അവിടെ അല്ല, അല്ലെങ്കിൽ നമ്മളെടുത്ത കമ്പനി അവിടെ അക്സെപ്റ്റ് ചെയ്യൂല എന്ന് അവിടുത്തെ ഹോസ്പിറ്റൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പ്രയാസമാവും. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, മറ്റു കാര്യങ്ങളൊക്കെ പ്രയാസമാവും. അപ്പൊ നമ്മൾ എപ്പോഴും നല്ല കുറെ നെറ്റ്വർക്കുള്ള ഇൻഷുർ കമ്പനിയിൽ നിന്നാണ് നമ്മൾ പോളിസി എടുക്കേണ്ടത്. ഇപ്പൊ ബഹുഭൂരിപക്ഷം ഇൻഷുർ കമ്പനികൾക്കും അത്യാവശ്യത്തിന് നല്ല നെറ്റ്വർക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ വരുന്ന നാലാമത്തതാണ് കവറേജ് ലിമിറ്റേഷൻസ്. കവറേജ് ലിമിറ്റേഷൻസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണോ ഈ നമ്മളെ കവറേജിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ടും നമുക്ക് ഓവറോൾ എന്ത് ചെയ്യണം ഒരു ഐഡിയ വേണം. അതില്ലെങ്കിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പോളിസി പറഞ്ഞു തന്ന ഏജന്റിനോടോ അതല്ലെങ്കിൽ നമുക്ക് ആ ഇൻഷുറൻസ് കമ്പനിയോടോ പിന്നെ അതൊരു പ്രയാസമാവും. അത് വേറെ പല ഡിസ്പ്യൂട്ടിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചിട്ട് ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാകും. ഉദാഹരണമായി പറയുമ്പോൾ നമുക്ക് പ്രഗ്നൻസി കവർ, ഇപ്പോൾ പല ആളുകളും വിചാരിച്ചു പ്രഗ്നൻസി കവറും അതുപോലെ തന്നെ ഇതൊക്കെ എല്ലാ ഇൻഷുറൻസിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ്. അങ്ങനെ എല്ലാ ഇൻഷുറൻസിലും പ്രഗ്നൻസി കവർ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. അതുപോലെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളും നമുക്ക് ഇൻഷുറൻസും ലഭിക്കില്ല. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടാത്ത ചില അസുഖങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് കിഡ്നി സ്റ്റോൺ, ഹെർണിയ പോലുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ പോളിസി എടുത്തിട്ടുള്ള ആദ്യത്തെ 2 വർഷമാണെന്നുണ്ടെങ്കിൽ അതിനും കിട്ടുന്ന സാഹചര്യം വരില്ല. ഇതൊക്കെ നോർമലി വരുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടായിട്ട് എല്ലാ പോളിസികളിലും നമ്മൾ ആദ്യം ഇൻഷുർ എടുക്കുക എന്ന് വിചാരിച്ചോളൂ. ആദ്യത്തെ ഒരു മാസം നമുക്ക് ആക്സിഡൻസിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ കേസുകൾ, അതുപോലെ എത്ര ഹവേഴ്സ് അഡ്മിഷൻ കിട്ടണം, അഡ്മിഷൻ ഉണ്ടായി കഴിഞ്ഞാലേ നമുക്ക് ക്ലെയിം കിട്ടുള്ളൂ പോലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് പല പ്രശ്നങ്ങളിലും സോൾവ് ആവും. അപ്പൊ ഈ കാര്യങ്ങളും കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ 5ാമതായിട്ട് വരുന്നതാണ് ക്ലെയിം സെറ്റിൽമെന്റ്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു പോളിസി എടുക്കുന്നതിന് നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വരികയാണെങ്കിൽ ആ ക്ലെയിം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതിന്റെ പ്രോസസ്സിംഗ് ആണ്. ഇത് എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് വരിക, നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഓവറോൾ ധാരണ നമ്മൾ ഉണ്ടാക്കി വെക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിന് എത്ര സമയം എടുക്കും എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിന്റെ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഒന്ന് ചെക്ക് ചെയ്യുക. പക്ഷേ ഈ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഉദാഹരണം ബഹുഭൂരിപക്ഷം കമ്പനികൾക്ക് 90 അബവ് ക്ലെയിം സെറ്റിൽമെന്റ് ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ചില ഇൻഷുറൻസ് കമ്പനികൾക്ക് വലിയ രീതിയിൽ ക്ലെയിം സെറ്റിൽമെന്റ് ഉണ്ട്. ചില ഇതിനൊക്കെ നല്ല ഇൻഷുറൻസ് കമ്പനികൾക്കും ഒരു ചിലപ്പോൾ അവർ ഡിലറിങ് കുറവാകും. കാരണം എന്താ വെച്ചാൽ അവർ കൊടുക്കുന്ന നമ്പർ ഓഫ് പോളിസികൾ ചിലപ്പോൾ കൂടുതൽ പെർസെന്റ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എല്ലാ ഇൻഷുറൻസ് കമ്പനികൾ ചിലപ്പോൾ കൊടുക്കുന്ന പോളിസികളുടെ എണ്ണം കുറവാകും.
അപ്പോൾ നമ്മൾ വലിയ രീതിയിൽ അതിൻ്റെ ഒരു കമ്പാരിസണിലേക്കും ആ കമ്പനി എടുക്കേണ്ട നിലയിലേക്ക് അതിന് പോകേണ്ട ആവശ്യമില്ല. നമ്മളൊരു ആവറേജ് ഒരു 90 എബോവ് അല്ലേ, ഒരു 93 എബോവ് അല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. അപ്പോൾ നമ്മളിവിടെ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 5 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.